ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ദുഃഖ്രാന എന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ തിരുനാളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഗുരുനാഥനായ യേശുവിൻ്റെ ആഹ്വാനം അനുസരിച്ച് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. പ്രത്യേകമായി ഭാരതത്തിൽ വരികയും തൻ്റെ ജീവിതം വഴിയും രക്തസാക്ഷിത്വം വഴിയും ആയിരക്കണക്കിന് ആത്മാക്കളെ യേശുവിലേക്ക് അടുപ്പിച്ച് വിശുദ്ധ മാർ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രത്യേകമായി വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ നാമധാരികളായ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥന്റെ തിരുനാളാണ്. പ്രത്യേകമായി ഇടവകയെ നയിക്കുന്ന വികാരിയച്ഛനെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും എല്ലാ ഭാരവാഹികളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മോചനത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലകളും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നത് ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനുള്ള രക്ഷണ സന്ദേശം ലോകത്തിന് നൽകുന്ന അങ്ങേക്ക് തിരുമനസ്സായാലും നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർ തോമാശ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായി നൽകിയതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിന്റെ ദുഃഖാനത്തിൽ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്താത്മാ അർപ്പിക്കുവാൻ രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്നു അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യ നന്മകളും നിറഞ്ഞ് മുടിഞ്ഞിട്ട് നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാം എല്ലാത്തിനെയും ഇഷ്ടമാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവിനെ ശക്തിമായ ഞങ്ങൾ ശബ്ദങ്ങൾ ഉയർത്തിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമീൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യധനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് അന്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും. ആമീൻ. എൻ്റെ സഹോദരരെ, നിയമവാർത്തൻ പുസ്തകമുള്ള വായന അദ്ദേഹം 4:1-8 വാക്യങ്ങൾ കൂടി ആശ്രയിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിർദ്ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടരുന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുകയും. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകളുമാണ്. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനം വിവേകമുള്ളവർ തന്നെയെന്ന് പറയും. നാം അപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയെ പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റൊരു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടും ഇന്നീ വീതികളിൽ. തൻ കരവിരുതല്ലോ മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളും മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മജീവർക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ ഒരു ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തോമസിന്റെ സംശയം. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകുന്നത് നമ്മുടെ ഇടവക വികാരേച്ചനായ ഫാദർ സിറിയക് മഠത്തിനച്ഛനാണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കാം. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ,
ദുഗ്രാന തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവുമായ മാർ തോമാ ശ്ലീഹായുടെ ദീപ്ത സ്മരണകളാണ് ദുഗ്രാന തിരുനാൾ. ഈ ദിവസം വിശുദ്ധ ബലി അർപ്പണം അർത്ഥപൂർണമാകുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. പ്രാർത്ഥനാപൂർവം വിശുദ്ധ തോമാ ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യം നമ്മളുടെ കുടുംബങ്ങളിൽ കൂടുതൽ ദീപ്തമാകുന്നതിനുള്ള പ്രാർത്ഥനകൾ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ദുഗ്രാന തിരുനാൾ ദിവസം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ചിലത് വിശുദ്ധ തോമാ ശ്ലീഹാ നമുക്കായി നൽകുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, വിശ്വാസം ദൈവദാനമാണ്. അതിനെ ബോധപൂർവം വളർത്താൻ ശ്രമിക്കുക എന്നതാണ് മാമോദീസ സ്വീകരിച്ച ഏതൊരു ക്രൈസ്തവർക്കും, പ്രത്യേകിച്ച് അപ്പസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്ന സീറോ മലബാർ സഭാ മക്കൾക്ക് അനുകരണീയമായിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോയും ശിഷ്യന്മാരും സമ്മതിക്കുമ്പോൾ നിഷ്കളങ്കനായ വിശുദ്ധ തോമാ ശ്ലീഹായുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഈശോ അരുളി ചെയ്യുമ്പോൾ, നീ പോകുന്ന വഴി ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവമാണ് തോമാ ശ്ലീഹായിൽ നമ്മൾ കാണുക. വഴി ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഏതാനും നാളുകളായി ശിഷ്യരെ ഈശോ വഴിയും സത്യവും ജീവനും വിശുദ്ധ വചനങ്ങളും ആത്മീയ വഴികളും ഒക്കെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ചില വഴികളെക്കുറിച്ച് സംശയം ചോദിക്കുക. വിശ്വാസ പരിശീലന ക്ലാസ്സിൽ വേദപാഠ കുട്ടികൾ അധ്യാപകരോട് ചോദിക്കാറുണ്ട്. കൂദാശകളെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഈ സംശയങ്ങൾ മാറ്റിക്കൊടുക്കുന്ന അധ്യാപകൻ പറഞ്ഞു തരും, വഴിയും സത്യവും ജീവനുമായ ഈശോയിലേക്കുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുക. നമ്മൾ സ്വീകരിക്കുന്ന വിശ്വാസം ഒത്തിരിയേറെ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു പാഠം നമ്മുടെ പിതാവ് നമുക്ക് നൽകുന്നുണ്ട്. ഭാരതത്തിൽ സുവിശേഷ പ്രസംഗത്തിന് നിയോഗിക്കപ്പെടുമ്പോൾ എത്രയോ ശ്രമകരമായ ഒരു ദൗത്യമാണ് താൻ ഏറ്റെടുക്കുന്നത് എന്ന വലിയ ഉത്തരവാദിത്വം തോമാ ശ്ലീഹായ്ക്കുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. തങ്ങളുടെ ഗുരു തങ്ങളോടൊപ്പമുണ്ട്, ശിഷ്യന്മാരെല്ലാവരും കൂടെയുണ്ട്, തങ്ങളുടെ ഗുരു തങ്ങൾക്ക് ശക്തി തരുന്നുണ്ട് എന്നുവരികിലും അവനോടൊപ്പം പോയി മരിക്കാനുള്ള ഒരു സാധ്യത എവിടെയുണ്ടായാലും അതിന് മുൻപിൽ നിൽക്കാൻ ഈശോയുടെ പ്രിയപ്പെട്ട ഈ ശിഷ്യന് ധൈര്യം കിട്ടിയത് ഈ വിശ്വാസദാർഢ്യത്തിൻ്റെ ഭാഗമാണ്. അഥവാ തനിക്ക് ദൈവദാനമായി തമ്പുരാൻ തന്ന വിശ്വാസത്തെ വളർത്തുന്നത് കൊണ്ടാണ്. കോവിഡ് കഷ്ടതയുടെ ഈ കാലത്ത് നമ്മളെ സംബന്ധിച്ചും ഈ ത്യാഗം അനിവാര്യമാണ്. അഥവാ ത്യാഗത്തിൻ്റെ നിഴലിലൂടെ ദിവസങ്ങൾ നമ്മൾ കടന്നു പോവുകയാണ്. 3-4 മാസങ്ങളാകുന്നു ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതത്തിൽ, നമ്മുടെ ഈ നഗരത്തിൽ കോവിഡ് കഷ്ടങ്ങൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. മക്കളുടെ പഠനം, മക്കളുടെ ജോലി, കുടുംബത്തിലെ വരുമാനം, ജോലി നഷ്ടങ്ങൾ, എണ്ണിയാൽ തീരാത്ത വിധം കോവിഡ് കഷ്ടങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുക? ഈ ദുഗ്രാന ദിവസം മാർ തോമാ ശ്ലീഹാ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ് ഈ കോവിഡ് കഷ്ടതയിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. മരണത്തിനപ്പുറത്ത് മനുഷ്യജീവിതനെ സംബന്ധിച്ച് ഒന്നുമില്ല. കോവിഡ് കഷ്ടതകൾ നമ്മളെയൊക്കെ ഒത്തിരിയേറെ മരണഭീതിയിൽ പെടുത്തിയിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഈ മരണഭീതിയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സന്ദേശമാണ് 2020 ജൂലൈ 3 ദുഗ്രാന തിരുനാൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. നമ്മുടെ പിതാവ് മറ്റ് ശിഷ്യന്മാർ കേൾക്കെ പറഞ്ഞു, അവനെ കണ്ടാൽ അല്ലാതെ, അവൻ്റെ അവിടെ ചേർന്നിരുന്നാലല്ലാതെ, അവൻ്റെ മുറിവിൽ തൊട്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. ഒരു നിർബന്ധ ബുദ്ധിയുടെ വിശ്വാസം. പക്ഷെ അതിനെ സംശയിക്കുന്ന തോമ എന്ന് നിർവചിക്കുന്നവർ ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നതാണ് സത്യം. സംശയമല്ല, മറിച്ച് തനിക്കുള്ള വിശ്വാസം വളരുന്നതിനുള്ള സഹായകമായി മാറാൻ താൻ തന്നെ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് തോമാ ശ്ലീഹായുടേത്. അവനെ തൊട്ടാലല്ലാതെ,
അവൻ്റെ മുറിവിൽ എൻ്റെ ചൂടറിഞ്ഞാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. വലിയൊരു ഭാഗ്യമാണ് ക്രിസ്തു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം. നീ ഇവിടെ വരിക, എന്നോട് ചേർന്നിരിക്കുക, നീ എൻ്റെ മുറിവിൽ തൊടുക, എൻ്റെ വിലാപ്പുറത്ത് കൈവയ്ക്കുക. യഥാർത്ഥത്തിൽ കുരിശിൻ്റെ പീഡാസഹനങ്ങൾ മുഴുവൻ നീ തൊട്ടറിഞ്ഞ് അനുഭവിക്കാൻ ഉള്ള ഒരു ക്ഷണമാണ് തോമാസ് ശ്ലീഹായ്ക്ക് ലഭിച്ചത്. ഇതേ ക്ഷണം സ്വീകരിച്ചാണ് തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് വരിക. കഷ്ടതകൾ, യാതനകൾ, അന്യഭാഷ, യാത്രാ സൗകര്യമില്ലായ്മ, മീഡിയ ഇന്നത്തെ പോലെ ഇല്ലാത്ത സാഹചര്യങ്ങൾ, വായിൽ നിന്ന് നേരിട്ട് വേണം വായിലേക്ക് ദൈവവചനം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ, എത്രയോ പ്രതിസന്ധികളാണ് മാർ തോമാസ് ശ്ലീഹ തരണം ചെയ്തിട്ടുണ്ടാവുക. ഈ പ്രതിസന്ധികളൊക്കെ ഇന്ന് മനുഷ്യൻ നേരിടുന്ന കോവിഡ് കഷ്ടതകളോട് തുലനം ചെയ്യാൻ സാധ്യമാവും. അത്രയേറെ കഷ്ടതകൾ നമ്മളിന്ന് അനുഭവിക്കുന്നു. അതിലേറെ കഷ്ടതകൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ശിഷ്യൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോഴും ശിഷ്യനോട് ഈശോ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മാമോദീസ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാണാതെ വിശ്വസിക്കുന്നു. അകലെ ആയിരുന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും ആത്മീയമായി സ്വീകരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അകലെ ഇരുന്നു കൊണ്ട് വിശ്വാസ പരിശീലനം നടത്തുന്നു. കാണാതെയുള്ള വിശ്വാസത്തിലാണ് ഈശോ അത്ഭുതവും ഭാഗ്യവും നൽകുക എന്ന സത്യം കൂടി ഓർക്കുക. അവസാനം ഇതിൻ്റെ എല്ലാം ആകത്തുകയായി ശിഷ്യൻ തന്നെ ഉറക്കെ പറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ക്രിസ്തു ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്. ഈ 2 വാക്കുകളിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ വിശ്വാസം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഈ വിശ്വാസം ഉറക്കെ പറയാൻ ഏത് നട്ടപ്പാതിരായ്ക്കും, ഏത് ക്ലേശങ്ങളുടെ നടുവിലും, കോവിഡ് കഷ്ടതകളുടെ നടുവിലും ഇതുറക്കെ പറയാൻ സാധിക്കണമെങ്കിൽ തോമാസ് ശ്ലീഹായെ പോലെ അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ കൈ പിടിക്കണം, അവൻ്റെ മുറിവിൻ്റെ ചൂടറിയണം, അവൻ്റെ വിശുദ്ധ ബലി അർപ്പണത്തിൽ വിശ്വാസത്തിൻ്റെ ആഴമുണ്ടാകണം. ഓരോ കൂദാശകളും എന്നെ വിശ്വാസത്തിൽ വളർത്തുന്നു എന്ന ബോധ്യമുണ്ടാകണം. ഈ ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി മാർ തോമാസ് ശ്ലീഹായ്ക്ക് ലഭിച്ചത്. ഈ ശക്തി ലഭിച്ചത് കൊണ്ടാണ് എണ്ണത്തിൽ തുച്ഛമായ സീറോ മലബാർ സഭാംഗങ്ങൾ 957 മുതൽ കേരളത്തിന് പുറത്തും ഭാരതത്തിലും ലോകം മുഴുവനും ഇന്ന് വിശ്വാസ പരിശീലനത്തിലും ആരാധനക്രമത്തിലും തങ്ങളുടെ ജീവിത രീതികളിലുമൊക്കെ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നു. നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം മനോഹരമായ നമ്മളുടെ ജാതീയ ദിനമായ പിതൃദിനമായ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥം തന്നെ നമുക്കിതുണ്ടാകട്ടെ. നമ്മളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ രത്നച്ചുരുക്കം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, രോഗമുള്ളപ്പോഴും രോഗമില്ലാത്തപ്പോഴും ഉറക്കെ പറയാൻ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുറക്കെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു വലിയ കൃപ ദൈവദാനമാണ്. ആ ദാനം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മധ്യസ്ഥ വഴി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുരക്ഷിതം പ്രസംഗിക്കപ്പെടുന്നു എന്നാലും ചെയ്ത മിശിഹായി സുരക്ഷിത ഭാഗങ്ങൾ പ്രതിവിധം ജീവിച്ചുകൊണ്ട് എൻ്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോട് കൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുരക്ഷിതം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയമിച്ച മിശിഹായി ഞങ്ങളുടെ പരിശുദ്ധാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപോലത്തെയും ഞങ്ങളുടെ അതിരൂപ അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപോലത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാപോലത്തെയും മറ്റുള്ള മെത്രന്മാരെയും പ്രശ്നരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന്
ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, എന്ന് ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസമേറ്റു പറഞ്ഞ തോമാശ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നേറ്റു പറയുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് അവരുടെ കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമാശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും തെളിയിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മിന്ന് ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവനെയും കടകളെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളിലെ മാലിന്യം തുടച്ചിരിക്കുകയും ചെയ്യട്ടെ. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. മഹിയിൽ നിൻ ജന്മം മഹിതം തീരവുമാ ഭാഗ്യമിടുന്നവനല്ലോ നീ സ്പർശിച്ചിടാനായല്ലോ മിശിഹാ തന്നുടെ പാർശ്വത്തിൽ
സർവശക്തനും പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടിക്കുമുള്ളാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവൻ ജനിച്ചവനും എന്നാൽ സൃഷ്ടാവതനും ഏകകർത്താവുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദൈവത്തിലുള്ള സത്യവും പിതാവിന്റെ കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ പീഡകൾ സഹിക്കുകയും ശ്രീവാർത്തകൾ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം സ്വർഗ്ഗത്തിൽ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ചിന്തകതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സകലവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിലേക്ക് വരികയും ചെയ്യുന്നു. ആമേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തടസ്സത്തിൽ ആരംഭിക്കുവാൻ സഹോദരനെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രിക മരുമത്തരന്മാരുമായ നാനപിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നാനപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാക്ഷണങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും തത്വവിശ്വാസം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ ഈ കുർബാനകൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകങ്ങൾക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ബിഷപ്പിന്റെ ശക്തങ്ങളാകുന്ന വിരോധത്തിൽ ശുശ്രൂഷകരാകുക എളിയവരും പാപികളുമായിട്ട് ഞങ്ങളെ അങ്ങ് കാരണത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയതാണ് തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തിന് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശുദ്ധ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുകയും കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിലോട് നിന്ന് ഇവിടെ രക്ഷപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനം സമർദ്ദാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിശുദ്ധരായി ഏകാഗ്രത ഭക്തരോടും കൂടെ നിർത്തി പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മോട്
എല്ലാ ധനങ്ങളിലും സ്തുതി, എല്ലാ നാളുകളിലും കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായ ഞങ്ങളും മാലാഖമാരുടെ പ്രതിനാളുകളും മഹോദരനെ കണ്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യം അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരുടെ സ്വാപ്പന്മാരുടെ ചേർന്ന് നാഥനാംഗീകർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അരവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാതന, അങ്ങയുടെ സന്ദർശന, അങ്ങേ നല്ല പ്രകാശം, അങ്ങയുടെ ശക്തിയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ഈശ്വരനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടുകൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാവുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുത്തു എന്നെ ഓർമ്മിക്കായി ചെയ്യുവിൻ. കർത്താവിന് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ ഈ എളിയവരും ബലഹീനരും ആഗ്രഹമായ ഈ ദാസം നിന്റെ തിരുസ്ഥലത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിക്കാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവത്തിൽ ഞങ്ങൾ പങ്കുകാരാക്കുക, ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങൾ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരമായ റോമാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ പിതാമതലവനമായ മാർ ജോർജ് ആലഞ്ചേരി ശിഷ്ടമിത്രാപുരത്താക്ക് വേണ്ടി, ഞങ്ങളുടെ പിതാവിന്റെ ദക്ഷിണമായ മാർ സെബാസ്റ്റ്യൻ മിത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ, സുഹൃത്തുക്കൾ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമാവിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ പേര് പറഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാരണത്തിൽ പ്രത്യാശകൾ കാത്തിരിക്കുന്നു ഈ ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കരുത്തുനിൽക്കുന്നവർക്ക് വേണ്ടിയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രത്യേകമായ അവരുടെ ഇടവകൾക്ക് വേണ്ടിയും കോവിഡ് രോഗബാധകളെന്ന ഓരോ രോഗികൾക്ക് വേണ്ടിയും ഓരോ പുരോഹിതാർത്ഥിക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിൽ അങ്ങയുടെ വിശുദ്ധിന്റെ ശ്രദ്ധകൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസ്ഥലത്തിൽ സംപ്രീതി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. നിലകർത്താം ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷങ്ങളിൽ പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധുക്കന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നരമനത്തിന്റെയും വിശുദ്ധയുടെയും മർമ്മം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും അക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതരായ ആദരവോടും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും
നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വകരാജ്യനാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാപവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവം ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിലിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സഹകരിക്കാം. അന്തത്തിലവാദ ശരണത്തോടെ വെച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനാഥനായ ദൈവത്തോട് കൃപയും ഭാവവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിണ്ടതുകളും കരങ്ങളും ഒടിഞ്ഞ് സ്വീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയുടെ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പത്രികയിടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പുള്ളതോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങൾ ശരീരങ്ങളുടെ വരുപ്പിനും ആത്മാരക്ഷയ്ക്കും കാരണമാകട്ടെ, പ്രതിജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം കാരണവാനായി നൽകി മനോവിശ്വാസത്തോടും അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയ പ്രസന്നവദനം നിഷ്കളങ്കരമായ വ്യാപകമായ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശത്തിനായ സർവീശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യങ്ങൾക്ക് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയുടെ സൈന്യത്തിനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവൻ ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ മധുബഹയിൽ ആദരിക്കപ്പെടുന്നു. വിശുദ്ധ മാസ്ലിഹ വഴി തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിച്ച ദൈവത്തിന് കൃതജ്ഞ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായി എൻ്റെ ഉള്ളിൽ, തിരുരക്തമായി എൻ്റെ രക്തത്തിൽ, തിരുജീവനീടുന്ന കരുണാമയ എന്നിൽ തിരുരോചമായി നീ വരൂ. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായി എൻ്റെ ഉള്ളിൽ, തിരുരക്തമായി എൻ്റെ രക്തത്തിൽ, തിരുജീവനീടുന്ന കരുണാമയ എന്നിൽ തിരുരോചമായി നീ വരൂ. ഈശോ നീ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. പരിശുദ്ധാത്മാവിന്റെ കൃപയോർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായുമായ രഹസ്യങ്ങളെ ശ്രമിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ മേൽദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ ഈ രഹസ്യങ്ങൾ പങ്കുചേർന്ന് മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപ പ്രത്യേകമായ ദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹാ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവൻ ഞങ്ങളെ പങ്കുചേരുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാസ്ലിഹായെ പോലെ
പ്രകാശം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമീൻ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രാർത്ഥന. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും നൽകുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേ കാരണത്തിനായാണ് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുപാടും കോവിഡ് രോഗബാധയിൽ അറിയുന്നവർക്ക് അങ്ങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേ മുൻപിൽ വിളിച്ചപേക്ഷിച്ച രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ച ദിവ്യനാഥ, ഇളകി മറിഞ്ഞ കാറ്റിനെയും കടലിനെയും തന്റെ വചനത്താൽ ശാന്തമാക്കിയ ഈശോയെ, രോഗഭീതിയിൽ പറയുന്ന അങ്ങേ മക്കൾക്ക് ആശ്വാസം നൽകണമേ. കൊറോണ വൈറസിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും മനുഷ്യവംശത്തിന്റെ ഭീഷണിയായ ആ അണുവിനെ ഭൂമുഖത്ത് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മക്കളായ ഞങ്ങൾ ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി അങ്ങേ എന്നും പാടി ശ്രദ്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമാസ് ശ്ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ചാവർ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷിമൂടം ചൂടുന്നതിനുമുള്ള അനുഗ്രഹം വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് നൽകിയ അങ്ങ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർണമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി മിശിഹായുടെ വത്സല ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായെ നമുക്ക് നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായുടെ അതിരറ്റ സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത് വിശുദ്ധനെ അനുഗ്രഹിച്ച് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിലമാതൃഭൂമിയായ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും പൂർവികന്മാരെ സഭാസന്താനങ്ങളാക്കുകയും ചെയ്തതിന് ശേഷം രക്തസാക്ഷിതം മുകടമണിഞ്ഞ് വിശുദ്ധന്റെ പാദങ്ങളെ പിഞ്ചെന്ന് തീക്ഷ്ണതയോടെ പ്രേക്ഷിത വേല ചെയ്യുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളവുകൾ സമൃദ്ധം, വേലക്കാർ ചുരുക്കം ആകിയാൽ നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്ന അരുളി ചെയ്ത കർത്താവേ, വിശ്വാസ വെളിച്ചമേശാത്ത ഭൂപ്രദേശങ്ങളിൽ ദൈവരാജ്യം പ്രസിദ്ധനായ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെളിച്ചമില്ലാതെന്ന
ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങി പ്രിയ ശിഷ്യനായ മാർ തോമാശ്ലീഹായെ അയക്കുവാൻ തിരുമനസ്സായ മിശിഹായെ ഞങ്ങളുടെ പിതാവ് തുടങ്ങി വെച്ച പ്രേക്ഷിത വേല തുടർന്നു കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങയെ അറിഞ്ഞു സ്നേഹിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യുവാക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥിനികളിൽ നിന്നും ധാരാളം പ്രേക്ഷിതരുണ്ടാകുവാൻ കൃപ നൽകണമേ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഭാരതം മുഴുവനും അങ്ങേ രക്ഷാകര വേലയുടെ സ്വർഗീയ ഫലം അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ അങ്ങയെ കണ്ട് നിത്യാനം അനുഭവിക്കുവാനും ഇടവർത്തനമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. നിത്യപുരോധനായ യേശു നമ്മുടെ അച്ഛന്മാരെ വൈദികർക്ക് യാതൊരാവത്ത് വരാതെ അങ്ങ് തിരത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദൈവത്തിനെടുക്കുന്ന അവരുടെ കരങ്ങളെയും വെള്ളമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ നയന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹിമതര വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകോത്സവണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിരുമേ ചെറുക്കുവാനും അവർ സദാവസരരാകട്ടെ. അങ്ങയുടെ മതത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമതമായി ഭവിക്കട്ടെ. അവർ സത്യസിദ്ധിപ്പിക്കുന്നവർ ഇഹത്തിലൂടെ ആനന്ദവും ആശ്വാസവും കർത്തൃസ്യഭാവത്തിൻ്റെ മകളവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദ്യുതിയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്കെയും ശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ഫലമായ പ്രബന്ധരെയും പ്രദാനം ചെയ്യണമേ. വൈദികരാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. തെളിച്ച മാർഗത്തിലായിരം ആനന്ദ ശാന്തി